ഇതെന്താണെന്ന് പറയുമോ നോക്കാം കേട്ടോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, പറഞ്ഞു നോക്കട്ടെ, തിന്നു നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ട് പറയൂ. ഇത് അവലുകൊണ്ട് എന്തോ ഉണ്ടാക്കിയതല്ലേ? അവലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്താണെന്നറിയോ? അവല് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉപ്പുമാവല്ലേ? ആ യെസ്, ഉപ്പുമാവ്. എങ്ങനെയുണ്ട്? വളരെ ടേസ്റ്റ് ചെയ്യണം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും ഇത്ര ടേസ്റ്റ് തോന്നില്ല. കശുവണ്ടി പരിപ്പൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്, അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. ഇത് അവിൽ ഉപ്മാവാണ്. അവിൽ ഉപ്മാവ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ നമുക്ക്? അപ്പം നമുക്ക് കിച്ചണിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്താണെന്ന്. സാധാരണ ഉപ്മാവ് ഉണ്ടാക്കണ മാതിരിയല്ല. അതിലുകൊണ്ട് നമ്മളെല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കിച്ചണിൽ പോയിട്ട് പറഞ്ഞുതരാം. എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. അത് വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ അവിലും തേങ്ങയും കൂടി ഞാൻ നന്നായിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് വെള്ളം ചേർക്കാതെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. അത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ തിരുമ്മി അങ്ങ് യോജിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു സവാളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ അവിൽ. സവാളയുടെ പകുതി, ക്യാരറ്റ്, പച്ചമുളക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ബീൻസ് വേണമെങ്കിൽ ചേർക്കാം, പച്ചക്കറിയൊക്കെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എല്ലാം. പിന്നെ 2-3 കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ചു, ചീനച്ചട്ടി വെച്ചു. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കടുക്, ആദ്യം തന്നെ ഞാൻ കുറച്ച് അവിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അത് വറുത്തെടുത്തത് മാറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ്, കുറച്ച് പൊട്ടുകടല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കടുക് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ്, സവാള, പച്ചമുളക് ഇത് 3 അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എന്ന് പറഞ്ഞത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് വഴറ്റിയാൽ മതി. വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ച അവിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. എത്ര എളുപ്പത്തിൽ ചെയ്യാനോ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ട്. ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ അതിൽ. പിന്നെ അതേ നമ്മൾ ലാസ്റ്റ് നമുക്ക് ഈ വറുത്ത് വെച്ച കാഷ്യൂ അവിലൊക്കെ നമ്മൾ ആദ്യം വറുത്തില്ല, ആ വറുത്തതും കൂടി ഇടുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടേസ്റ്റ് മേക്കർ നമ്മുടെ. അപ്പോൾ ഇതിന് അതാണ് നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവിൽ വറുത്തതും കൂടി ആക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ ഇടയിൽ കാഷ്യൂ കടിക്കാൻ കിട്ടും. പൊട്ടുകടലയുണ്ട് എല്ലാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്.